ഹായ് വെൽക്കം ടു ഡേ 5 ഫോർ ക്രോഷ്യ ബേസിക്സ്. അപ്പം നമ്മൾ ഡേ 5 ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റിച്ചസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ 2 ദിവസം പഠിച്ച സ്റ്റിച്ചസ് ഇതിൻ്റെ അകത്ത് ആദ്യം ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ എല്ലാത്തിലും ചെയ്യുന്ന പോലെ സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എല്ലാത്തിലും ചെയ്യുന്നത് പോലെ തന്നെ ചെയിൻ സ്റ്റിച്ചസ് ആണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ സ്റ്റിച്ചസ് പഠിക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ടെൻഷനും കാര്യങ്ങളും കറക്റ്റായി നല്ല പക്കയായിട്ട് ചെയിൻ സ്റ്റിച്ചസും ഈ സ്റ്റിച്ചസ് ഏതെല്ലാമാണോ ചെയ്യുന്നത് അതെല്ലാം വരാൻ പാകത്തിന് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ വർക്ക് ചെയ്ത് പഠിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഞാൻ ചെയിൻ സ്റ്റിച്ചസ് ഓൾറെഡി ഇട്ടെടുത്തു. ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ചെയിൻ ഒഴിവാക്കി സെക്കൻഡ് ചെയിൻ്റെ അകത്തേക്കൂടെ ഇതുപോലെ ഹൂക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. പിന്നീട് നമ്മൾ യാണിനെ ഗ്രാബ് ചെയ്ത്, അതായത് യാൺ ഓവർ ചെയ്ത് അതിനെ പുറത്തേക്ക് വലിച്ചെടുത്തു. അന്നേരം നമ്മുടെ ഹുക്കിൻ്റെ അകത്ത് ഇപ്പോൾ കാണുന്ന പോലെ 2 ലൂപ്സ് ആയിരിക്കും ഉള്ളത് യാണിൻ്റെ. പിന്നീട് നമ്മൾ ഒന്നുകൂടി യാൺ ഓവർ ചെയ്യുക, അതായത് യാണിനെ ഒന്നുകൂടി ഗ്രാബ് ചെയ്യുന്നു. പിന്നീട് നമ്മുടെ ഹൂക്കിൻ്റെ അകത്തുള്ള 2 ലൂപ്പിൽ നിന്നും വെളിയിലേക്ക് നമ്മൾ ഇതുപോലെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ലൂപ്പിനെ വലിച്ച് വെളിയിലോട്ട് ഇടുന്നു. ഇതാണ് നമ്മുടെ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി കാണിച്ചു തരാം. ചെയിൻ്റെ അകത്തേക്കൂടെ ഇൻസേർട്ട് ചെയ്തു, യാൺ ഓവർ ചെയ്തു, യാണിനെ ഗ്രാബ് ചെയ്ത് വെളിയിലോട്ട് വലിച്ചെടുത്തു. അപ്പോൾ നമ്മുടെ ഹുക്കിൽ 2 ലൂപ്സ് ഉണ്ടാവും. പിന്നീട് നമ്മൾ ഒന്നുകൂടി യാൺ ഓവർ ചെയ്തെടുക്കുന്നു, ഗ്രാബ് ചെയ്ത് വെളിയിലോട്ട് കൊണ്ടുവരുമ്പോൾ 2 ലൂപ്സിൻ്റെയും വെളിയിലോട്ട് കൊണ്ടുവരണം. അപ്പോൾ അങ്ങനെ വെളിയിൽ വരുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ സിംഗിൾ ക്രോഷ്യയെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് SC എന്നായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ അതിനെ നമ്മൾ ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് എക്സ് അല്ലെങ്കിൽ ഒരു പ്ലസ് സൈനോട് കൂടിയായിരിക്കും നമ്മൾ ഡയഗ്രമാറ്റിക്കലി എപ്പോഴും സിംഗിൾ ക്രോഷ്യനെ ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇതിന് ശേഷം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ പറഞ്ഞിരിക്കെ നമ്മൾ സിംഗിൾ ക്രോഷ്യ ഒരു 3-4 എണ്ണമൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വിഷ്വലി എങ്ങനെയാണ് സ്റ്റിച്ച് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാവുണ്ടാവും. കണ്ടോ, ഇതായിരിക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വർക്കൗട്ട് ചെയ്ത് നോക്കണം. കുറേശ്ശെ ചെയ്താൽ മാത്രമാണ് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു വേണ്ട. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.